ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് DLED ഫസ്റ്റ് സെമസ്റ്റർ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ ചാപ്റ്ററാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, കാഴ്ചപ്പാടും പ്രയോഗവും എന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാമാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ചാപ്റ്റർ നമ്മൾ മൊത്തത്തിൽ നോക്കാൻ പോവുകയാണ്. വലിയ രീതിയിൽ കഥയൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി തീർക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് മനഃശാസ്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. മനസ്സിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം, അല്ലേ? നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എപ്പോഴും ഈ ഒരു ക്ലാസ്, അതിനു മുന്നേ ഞാൻ പറയുകയാണ്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കേറ്ററ്റ് എക്സാം ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ സെമസ്റ്റർ എക്സാം ബേസ് ചെയ്തിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഈ മനഃശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. അപ്പോൾ മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഒരുപാട് ശാഖകളുണ്ട്. അതിലൊരു പ്രധാന ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എപ്പോഴും കേറ്ററ്റ് പരീക്ഷയ്ക്കായിക്കോട്ടെ, അതല്ലാതെ സെംബേസ് എക്സാമിലായിക്കോട്ടെ, വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു ഡാഷ് ശാഖയാണ് എന്ന്. എന്താണ് ആൻസർ? വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രയുക്ത മനഃശാസ്ത്ര ശാഖയാണ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ സെമസ്റ്റർ വൈസ് എക്സാമിനും ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ വൺ വേർഡ് ആണ്, അല്ലെ? അതിൽ ആദ്യത്തെ 5 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നത്തെ 5 ചോദ്യത്തിന്, മൊത്തം 10 ചോദ്യത്തിൽ പിന്നത്തെ 5 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതിലൊക്കെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ അതിലൊക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു ഡാഷ് ഇടും, എന്നിട്ട് ശാഖയാണ് അല്ലെങ്കിൽ ഡാഷ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒരു പ്രായുക്ത മനഃശാസ്ത്ര ശാഖയാണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ശാസ്ത്രീയ രീതികൾ പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ടാണ് പ്രായുക്ത മനഃശാസ്ത്ര ശാഖ എന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ നമ്മൾ നിർവചിച്ചിരിക്കുന്നത്. ഇനി പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളാണ്. ആത്മനിഷ്ഠ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, അഭിമുഖം, സർവേ രീതി, ക്ലിനിക്കൽ രീതി, സാമൂഹിക ബന്ധ പരിശോധന, സോഷ്യോഗ്രാം, പ്രക്ഷേപണ രീതി, സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, ചോദ്യാവലി, കേസ് സ്റ്റഡി, ക്രിയാഗവേഷണം. ഇതിപ്പോൾ കുറേ ആയി നിങ്ങൾ ഇതെല്ലാം കേട്ടിട്ട്, ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് നിങ്ങൾ ഇത് എന്തുവാന്ന് വിചാരിച്ചിരിക്കുകയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. മൊത്തം അത് ഞാൻ ഹെഡ്ലൈൻസ് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളിലെ ആദ്യത്തെ ഉപാധിയാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്. ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത് സ്വന്തം മനസ്സിന്റെ ഉള്ളിലേക്ക് നോക്കുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്, അല്ലെ? നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിലുള്ള ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും സ്വയം സ്വന്തമായി നിരീക്ഷിച്ച് പഠിക്കുന്ന രീതിയാണ്. ഒരു കണ്ണാടിയിൽ നോക്കി നമ്മൾ സംസാരിക്കുന്നു, അല്ലെ? നമ്മൾ കണ്ണാടിയിൽ നോക്കി സംസാരിക്കുവാണ്, കണ്ണാടിയോട് സംസാരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ അവിടെ കാണുന്നു. അവിടെ നമ്മൾ നമ്മുടെ മാനസിക വിഷമങ്ങൾ, മാനസിക വികാരങ്ങൾ, ചിന്തകളെല്ലാം തന്നെ മനസ്സിലാക്കി നമ്മൾ നമുക്ക് തന്നെ കരുത്തു കൊടുക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു. അതാണ് എന്ത്? ആത്മനിഷ്ഠ രീതി, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുന്നു എന്നതാണ്. ചിന്താവികാരം, ആഗ്രഹം, ഉത്കണ്ഠ, പ്രതീക്ഷ, ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് 2 വക്താക്കളാണുള്ളത്, വില്യം വൂണ്ടും റിച്നറുമാണ്. എഡ്വേർഡ് റിച്നറും വില്യം വൂണ്ടും. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കേറ്ററ്റ് ബേസ് ചെയ്തിട്ടായിക്കോട്ടെ, അതല്ലാതെ സെംവൈസ് എക്സാംസിന്റെ വൺ വേർഡ്സിലായിക്കോട്ടെ ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ ആത്മനിഷ്ഠ രീതിയുടെ വക്താക്കള് വില്യം വൂണ്ടും അതുപോലെ തന്നെ എഡ്വേർഡ് റിച്നറുമാണ്. അടുത്ത ഗവേഷണ രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഒരു ഗവേഷണ ഉപാധിയാണ് നിരീക്ഷണ രീതി, ഒബ്സർവേഷൻ മെത്തേഡ്. തത്സമയം തന്നെ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ നമ്മൾ നിരീക്ഷിക്കുകയാണ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നതാണ് നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പരോക്ഷ നിരീക്ഷണം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഭാഗഭാഗിത്വ നിരീക്ഷണം, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഉണ്ട്. പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ നിരീക്ഷിക്കുകയാണ് എന്ന് അവരറിയുന്നില്ല. ഒരു വ്യക്തി ആയിക്കോട്ടെ, ഗ്രൂപ്പ് ആയിക്കോട്ടെ, അറിയാതെ നിരീക്ഷകൻ നിരീക്ഷിക്കുന്നതാണ് പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത്. ഭാഗഭാഗിത്വ നിരീക്ഷണം എന്ന് പറയുന്നത് നിരീക്ഷണ വിധേയമാകുന്നവർക്കൊപ്പം തന്നെ ആര് നിൽക്കുന്നു? നിരീക്ഷകനും നിൽക്കുന്നു. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഇവിടെ ഒരു നിരീക്ഷണം നടക്കുന്നുണ്ട്, ഒബ്സർവേഷൻ നടക്കുന്നുണ്ടെന്ന്. അതാണ് ഭാഗഭാഗിത്വ നിരീക്ഷണം. അപ്പൊ നിരീക്ഷണ രീതി എന്ന് പറയുന്നത് ഒരു ആദ്യകാല രീതിയാണ്. ആദ്യകാല മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയിൽപ്പെട്ടതാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. തത്സമയം തന്നെയാണ് ഇവിടെ നടക്കുന്ന നിരീക്ഷണം. അറ്റ് ദ ടൈം തന്നെ ഒരാളുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന രീതിയാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. നിരീക്ഷണ രീതി ഒരു വ്യക്തിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ പ്രവർത്തനം, പ്രതികരണം എന്നിവയെ നേരിട്ട് ശ്രദ്ധിച്ച് തത്സമയം തന്നെ നിരീക്ഷിക്കുന്നു. ഉദാഹരണം, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, ഒരു അധ്യാപകൻ ക്ലാസ്സിലെ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, ആരൊക്കെയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്,
ആരാണ് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് എന്നിവ ശാന്തമായി നിരീക്ഷിച്ച് കുറിപ്പ് ആക്കുന്നു. ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ പഠനശൈലി പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരുത്തി പഠനശൈലിയിലൊക്കെ മാറ്റം വരുത്താനും വിലയിരുത്താനും ഒക്കെ അധ്യാപകൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നിരീക്ഷണ രീതിയിലൂടെ. ഒരു വ്യക്തിയുടെ പെരുമാറ്റം നേരിട്ട് നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. തത്സമയം നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് അവരറിയുന്നില്ല. ഭാഗഭാഗിത്വം എന്ന് പറയുമ്പോൾ രണ്ടുപേരും അറിയുന്നുണ്ട് നിരീക്ഷിക്കുന്ന കാര്യം. ഇനി അടുത്തതാണ് പരീക്ഷണ രീതി എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് പരീക്ഷണ രീതിയുടെ പിതാവും ആരാണ്? വില്യം വുഡ് തന്നെയാണ് പരീക്ഷണ രീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും. ഇവിടെ എന്താണ് പരീക്ഷണ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരീക്ഷണ രീതി പരീക്ഷണ രീതിയിലുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഈ ഒരു ഉപാധിക്ക് വസ്തുനിഷ്ഠത ഉണ്ടെന്നാണ് പറയുന്നത്. ക്രമബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ആൻസർ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ഒരു ആൻസർ നമുക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പരീക്ഷകൻ ഉണ്ടായിരിക്കും അല്ലെ? പരീക്ഷണ രീതിക്ക് എപ്പോഴും ഒരു പരീക്ഷകൻ ഉണ്ടായിരിക്കും. ഇവിടെ പരീക്ഷണ രീതി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പരീക്ഷണ രീതി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പരീക്ഷകൻ ഉണ്ടായിരിക്കും അല്ലെ? ആ പരീക്ഷകനായിരിക്കും ഇത് നടത്തുന്നത്. ആ പരീക്ഷകനെ നമുക്ക് അധ്യാപികയാക്കാം. ആ പരീക്ഷകൻ ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ വ്യവസ്ഥയെ സാഹചര്യത്തെയൊക്കെ മാറ്റാനും നിയന്ത്രിക്കാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കും പരീക്ഷകന്. അപ്പം ഇവിടെ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ശാസ്ത്രീയ രീതിയാണ് വികസിപ്പിച്ചെടുക്കുന്നത്. ഇതിലൂടെ സംഭവ വ്യവസ്ഥകളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? പരീക്ഷകന് സാധിക്കുന്നുണ്ട്. പരീക്ഷകൻ ആരാണ്? അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ് ഇവിടെ പരീക്ഷകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വിദ്യാർത്ഥികളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഗ്രൂപ്പ് എയെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഉപയോഗിച്ച് പഠിപ്പിച്ചു. ഗ്രൂപ്പ് ബിയെ സാധാരണ ലെക്ചർ രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വിലയിരുത്തുന്നു. അധ്യാപകൻ വിലയിരുത്തുന്നു. പഠനം കഴിഞ്ഞ് 2 കൂട്ടർക്കും ഒരേ പരീക്ഷ നടത്തുന്നു. ഏത് രീതിയിൽ കുട്ടികൾ പഠിച്ച രീതിയിൽ ഉപയോഗിച്ചു എന്ന് താരതമ്യം ചെയ്യുന്നു. ഏത് രീതിയിൽ പഠിപ്പിച്ച കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തത്, ഏത് രീതിയാണ് കുട്ടികൾക്ക് ഏറ്റവും യോജിച്ചത്. അപ്പൊ 2 രീതിയാണ് ഇവിടെ നൽകുന്ന ടീച്ചർ അല്ലെ? അപ്പോൾ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അധ്യാപിക നൽകിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തുകയാണ് ഇവിടെ. അതിലൂടെ വസ്തുനിഷ്ഠമായ ഒരു ആൻസർ നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ എന്താണ്? 2 വ്യത്യസ്ത പഠന രീതികൾ പരീക്ഷിച്ച് ഏതാണ് കൂടുതൽ ഫലപ്രദമെന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പരീക്ഷണ രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യത്യസ്തമായ സാഹചര്യത്തെ ഒരു പരീക്ഷകൻ, അവിടെ അധ്യാപികയാണ് നമ്മളുടെ പരീക്ഷകനെ അല്ലെങ്കിൽ പരീക്ഷകനായി എടുത്തിരിക്കുന്നത്, വ്യത്യസ്തമായ സാഹചര്യങ്ങളോ വ്യവസ്ഥകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു പരീക്ഷണം നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ആൻസറിന് വേണ്ടിയിട്ട്. അവിടെ ഒരു ശരിയായ ടോപ്പിക് ഉണ്ട് അല്ലെ? അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മളിപ്പോൾ നോക്കിയത്? പരീക്ഷണ രീതിയാണ്. പരീക്ഷണ രീതിയുടെ പിതാവ് എന്ന് പറയുന്നത് വില്യം വുഡ് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് അഭിമുഖം. അഭിമുഖത്തിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖമോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം എന്ന് പറയുന്നത്. അപ്പൊ ഈ അഭിമുഖത്തിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. 2 അതിലധികമോ വ്യക്തികൾ മുഖാമുഖമോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് എന്ന് പറഞ്ഞ് ഡാഷ് കൊടുക്കും. അല്ലെങ്കിൽ സംഭാഷണം എന്താണ് അല്ലെങ്കിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അഭിമുഖമാണ്. ഇതൊരു മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയാണ്. 2 അതിലധികമോ വ്യക്തികൾ മുഖാമുഖമോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. നെക്സ്റ്റ് ആണ് സർവേ രീതി എന്ന് പറയുന്നത്. സർവേ രീതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നിർദ്ദിഷ്ടമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അല്ലെ? ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിന്നുമായിരിക്കും നമ്മൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. സ്വഭാവ സവിശേഷതകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സർവേ രീതി ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ വലിയ ഗ്രൂപ്പിൽ നിന്നുള്ള വിവരശേഖരണമാണ് സർവേ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ചോദ്യോത്തര രീതിയിലായിരിക്കും ഈ ഒരു മെത്തേഡ് പോകുന്നത്. വലിയ ജനവിഭാഗത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണിത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യം അടിസ്ഥാനമാക്കിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കാം ഒരു നിർദ്ദിഷ്ട ഗ്രൂപ്പിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ചോദ്യോത്തര രീതിയിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് സർവേ രീതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ക്ലിനിക്കൽ രീതി എന്ന് പറയുന്നത്. അപ്പൊ ക്ലിനിക്കൽ രീതിയുടെ വക്താവ് ആരാണ്? ക്ലിനിക്കൽ രീതിയുടെ വക്താവ് എന്ന് പറയുന്നത് ലെറ്റ്നർ വിറ്റ്മർ ആണ്. അപ്പൊ ക്ലിനിക്കൽ രീതി പേര് പോലെ തന്നെ ഒരു വ്യക്തിയുടെ ആരോഗ്യപരമായിട്ടുള്ള മനസ്സിന്റെ ആണെന്നുള്ളൂടെ
നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് നമ്മൾ ചികിത്സിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനും ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം വന്നാൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണണം. അതാണ് നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് അല്ലേ. അത് മാനസികമായിട്ടുള്ള മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണോ, നമ്മൾക്ക് വട്ടുള്ളത് കൊണ്ടാണോ? അല്ല അല്ലേ. നമുക്ക് എന്തുള്ളത് കൊണ്ടാണ്, നമുക്ക് മനസ്സിനും ചിലപ്പോൾ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള അസുഖങ്ങളും വരാം. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആരെ കാണുന്നത്, നമ്മൾ കൗൺസിലേഴ്സിനെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ ഒക്കെ കാണുന്നത്. പക്ഷെ സമൂഹം ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട് അല്ലേ. ആദ്യമൊക്കെ ആണെങ്കിൽ എന്താണ്, അവർക്ക് വേറെന്തോ കുഴപ്പമുണ്ട്, അവർക്ക് എന്തോ പ്രാന്തുണ്ട്, ആ ഒരു രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഒരു അതിനനുസരിച്ചുള്ള വിവരവും വിദ്യാഭ്യാസവും ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും ഇപ്പോൾ ഉള്ള ആളുകൾക്കും ഉണ്ട്. അപ്പോൾ ക്ലിനിക്കൽ രീതി എന്ന് പറയുന്നത് മനോരോഗ ബാധിതരുടെ രോഗനിർണയം, ചികിത്സ, ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ക്ലിനിക്കൽ രീതി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ട്, മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ക്ലിനിക്കൽ രീതി എന്ന് പറയുന്നത്. ഈ രീതിയുടെ ഉപജ്ഞാതാവ് ലെറ്റ്നർ വിറ്റ്മർ ആണ്. ഈ രീതിയിലൂടെ മനോരോഗ ബാധിതരായിട്ടുള്ള ആളുകളുടെ രോഗം നിർണ്ണയിക്കാൻ, അദ്ദേഹത്തിന്റെ അസുഖം ശരിക്കും മനസ്സിനെ ബാധിച്ച അസുഖം എന്താണെന്നും അതിന് ഏത് രീതിയിലുള്ള ചികിത്സ കൊടുത്ത് അദ്ദേഹം മാറ്റണമെന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുന്നത്. സാമൂഹിക ബന്ധ പരിശോധന എന്ന് പറയുന്നത് ഇത് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ ഒരു ഗ്രൂപ്പില് കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും. അവരിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യും. നിങ്ങൾ എത്ര മാത്രം മനസ്സിലാക്കി വെക്കുക, ഓരോ ഗ്രൂപ്പിലെയും അംഗങ്ങളുടെ സാമൂഹിക ബന്ധത്തിന്റെ തോത് ഒരു വ്യക്തിയുടെ ഒരു ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു വ്യക്തി ആ ചുറ്റുപാടുമായിട്ട് ഉള്ള ഒരു ബന്ധം, സമൂഹം എന്ന് പറയുന്ന കുറെ ആളുകൾ കൂടി ചേർന്നുള്ള സമൂഹം. അപ്പൊ ആ സമൂഹത്തിലുള്ള ആ സമൂഹവുമായി കൂടി ചേരുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് മാത്രം എത്രത്തോളം അവിടെ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് അയാളുടേതായ ഒരു സ്ഥാനം അയാൾക്ക് അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹിക ബന്ധ പരിശോധന നടത്തുന്നത്. ഇതിന്റെ വക്താവ് JL മൊറീനോ ആണ്. ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, JL മൊറീനോ ആണ് സാമൂഹിക ബന്ധ പരിശോധനയുടെ വക്താവ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം, അത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിലെ അല്ലെങ്കിൽ ഒരു ഗ്രാമപ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാമൂഹിക ബന്ധ പരിശോധന എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു പഞ്ചായത്തിലെ ആളുകളെ മുഴുവൻ എടുത്തു. അതിലൊരു വ്യക്തി, അയാളുടെ പേര് ജോസഫ് എന്നാണെന്ന് വിചാരിക്കുക. ജോസഫിനെ നമ്മൾ എടുത്തു. എന്നിട്ട് ഈ ജോസഫിനെ കുറിച്ചിട്ട്, ജോസഫിന് ആ ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ബന്ധവും സ്ഥാനവും ഒക്കെ എന്താണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചില ആളുകൾ പറയൂ, അവനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല, അവൻ വെറുതെ ആയിരുന്നു, ശരിക്കും ഈ നാടിനോ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടി ഒന്നും ചെയ്യാറില്ല, ആരുമായിട്ടും ഒരു ബന്ധമോ ഒരു സ്നേഹമോ ഒന്നും തന്നെ കാത്തു സൂക്ഷിക്കാത്തൊരു വ്യക്തിയാണെന്ന് ചിലവർ പറയാണ്. ചിലവർ പറയാ കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുമായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. അതിൽ കൂടുതലും നെഗറ്റീവ്സ് ആണ് വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ സാമൂഹികപരമായിട്ടുള്ള ബന്ധം വളരെ താഴെയാണ് അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സാമൂഹിക ബന്ധ പരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പിലെ അംഗങ്ങളുടെ അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധം കണ്ടെത്തുക എന്നതാണ്. ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടികളെ കണ്ടെത്താൻ ഒക്കെ നമ്മളെ ഇതിന് സഹായിക്കുന്ന ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ, ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടിയുടെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ക്ലാസ് റൂമിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ആണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. സോഷ്യോഗ്രാം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് അല്ലെ. സോഷ്യോഗ്രാം എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ അംഗങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് അവരുടെ പ്രതികരണം ഒരു പട്ടികയിൽ രൂപപ്പെടുത്തുന്നതാണ് സോഷ്യോഗ്രാം എന്ന് പറയുന്നത്. ചോദ്യ ഉത്തര രീതിയിൽ തന്നെയാണ് സർവേ രീതിയും വരുന്നത്. സോഷ്യോഗ്രാമും അതുപോലെ തന്നെ ലളിതമായതാണ്. അതിൽ നിന്നുള്ള പ്രതികരണം പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്, പ്രക്ഷേപണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് വിചാരിക്കുക. അസ്വാഭാവികമായ പെരുമാറ്റ സവിശേഷതയൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വഭാവ രീതി, അബോധ മനസ്സിലെ വികാരം, ഇതൊക്കെ മനസ്സിലാക്കാനും അപഗ്രഥിക്കാനും ഒക്കെയാണ് നമ്മൾ പ്രക്ഷേപണ രീതി ഉപയോഗിക്കുന്നത്. അസ്പഷ്ടമായ ചിത്രങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ നൽകിയിട്ട് വ്യക്തിത്വം മനസ്സിലാക്കുന്ന രീതിയാണ് ഈ ഒരു പ്രക്ഷേപണ രീതി എന്ന് പറയുന്നത്, പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അസ്വാഭാവികമായിട്ടുള്ള എന്നുള്ള വാക്ക് നിങ്ങൾ ഇവിടെ മറന്നു പോകാതിരിക്കുക. പ്രക്ഷേപണ രീതി, ഒരു പ്രശ്നമുണ്ട് അവിടെ. അസ്വാഭാവികമായ രീതിയിൽ ഒരു കുട്ടി ക്ലാസ്സിൽ പെരുമാറുകയാണ്, അവന്റെ സ്വഭാവ രീതിയിൽ എന്തൊക്കെയോ അസ്വാഭാവികത കാണുന്നു, അവന്റെ സ്വഭാവം പഠിക്കേണ്ടതുണ്ട്, അവന്റെ അബോധ മനസ്സിലെ വികാരങ്ങളൊക്കെ മനസ്സിലാക്കി
അപഗ്രഥിക്കേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രക്ഷേപണ രീതി മനസ്സിലാക്കുന്നു. ഒരു ക്ലാസ് റൂം എടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ കുട്ടികളും ഒരുപോലെ അല്ലായിരിക്കും. അതിലൊരു കുട്ടി മാത്രം അസ്വാഭാവികമായി പെരുമാറുന്നു. അവൻ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നില്ല, കളിക്കുന്നില്ല, ചിരിക്കുന്നില്ല. അവൻ്റെ ഉള്ളിൽ അവൻ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രക്ഷേപണ രീതി യൂസ് ചെയ്യുന്നു. പ്രക്ഷേപണ രീതി എന്ന് പറയുമ്പോൾ തന്നെ അസ്വാഭാവികമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ എന്നത് ഓർത്തു വയ്ക്കുക. സഞ്ചിത രേഖ എന്ന് പറയുന്നത് അടുത്ത ഒരു ഗവേഷണ രീതിയാണ്. സമഗ്രമായൊരു റിക്കാർഡാണ് എന്ത് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. കുട്ടിയെ അറിയാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് അവന്റെ കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം ഇതൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ എന്താണ് സഞ്ചിത രേഖ സഹായകമാണ്. വിദ്യാർത്ഥിയുടെ എല്ലാ വിവരങ്ങളും ഒരിടത്ത് തുടർച്ചയായി രേഖപ്പെടുത്തുന്ന ഒരു രേഖ, ഒരു റിക്കാർഡാണ്. വിദ്യാർത്ഥിയുടെ എല്ലാ തരത്തിലുള്ള രേഖകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും എന്ത് ചെയ്യാണ്? തുടർച്ചയായി രേഖപ്പെടുത്തി പോകുന്നതാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. സമഗ്രമായ ഒരു റിക്കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവന്റെ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും അതിലുണ്ടായിരിക്കും. അവന്റെ പഠന നേട്ടം, കഴിവ്, പക്വത, കാര്യശേഷി, സാമൂഹിക ബോധം, മൂല്യബോധം തുടങ്ങി ആ കുട്ടിയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ രേഖപ്പെടുത്തലാണ് സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അടുത്തതായി ഉപാഖ്യാന രേഖ. കുട്ടികളിലെ അവിചാരിത പ്രതികരണം, സവിശേഷ സംഭവം എന്നിവ രേഖപ്പെടുത്തുന്ന റിക്കാർഡാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. ഉപാഖ്യാന രേഖ വിദ്യാർത്ഥിയുടെ പ്രധാനപ്പെട്ട പെരുമാറ്റ സംഭവങ്ങൾ തീയതിയോടെ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവിചാരിതമായിട്ടുള്ള രീതിയിൽ കുട്ടി പ്രതികരിക്കുകയാണ് അവിടെ. എന്തെങ്കിലും ഒരു കാര്യം വന്നപ്പോൾ, സിറ്റുവേഷൻ വന്നപ്പോൾ കുട്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുട്ടി പ്രതികരിച്ചു അവിടെ. ആ പ്രതികരണത്തെ, സവിശേഷ സംഭവത്തെ, നടന്ന ആ ഒരു ഡേറ്റും ഒക്കെ ഉൾപ്പെടുത്തി ഇതേ രീതിയിൽ നടന്നു, ഈ കുട്ടി ഇതുപോലെ റിയാക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന രീതിയിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒന്നാണ് ഉപാഖ്യാന രേഖ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തിത്വ സവിശേഷതകളെ പറ്റി ലളിതമായി ശേഖരണം നടത്തുന്ന ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളെ പറ്റിയിട്ടാണ്. ഒരേ സമയം ഒന്നിലധികം ആളുകളുടെ വിവരങ്ങൾ ലഭ്യമാകുക എന്നത് ഇതിന്റെ സവിശേഷതയാണ്. അപ്പോൾ എപ്പോഴും ചെക്ക് ലിസ്റ്റിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരേ സമയം ഒന്നിലധികം ആളുകളുടെ വിവരം ലഭ്യമാക്കുന്നതാണ് ഇതിന്റെ സവിശേഷത. ഏത് മാനസിക അല്ലെങ്കിൽ മനഃശാസ്ത്ര ഉപാധിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അറിയാണ്ട് സോഷ്യോഗ്രാമിലേക്കും സർവേ രീതിയിലേക്കും സഞ്ചിത രേഖയിലേക്കും ഒക്കെ പോകും. പക്ഷെ അല്ല, ഒരേ സമയം തന്നെ ഒന്നിലധികം ആളുകളുടെ വിവരങ്ങൾ ലഭ്യമാക്കുന്ന രീതി എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് ആണ്. ചെക്ക് ലിസ്റ്റിൽ നിന്ന് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണിത്. ഒരേ സമയം ഒന്നിലധികം ആളുകളെ അല്ലെങ്കിൽ ആളുകളുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന സവിശേഷമായ ഒരു മെത്തേഡാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റേറ്റിംഗ് സ്കെയിലാണ്. അതൊരു സാഹചര്യം അല്ലെങ്കിൽ വസ്തുത, സ്വഭാവ സവിശേഷത എന്നിവയുടെയൊക്കെ വിലയിരുത്തലാണ്. ചിലപ്പോൾ ഒരു സാഹചര്യമായിരിക്കാം, എന്തെങ്കിലും ഒരു വസ്തുതയായിരിക്കാം, സ്വഭാവ സവിശേഷതയായിരിക്കാം. ഇവയുടെയൊക്കെ വിലയിരുത്തലാണ് റേറ്റിംഗ് സ്കെയിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യവഹാരത്തിന്റെ പ്രത്യേകത, അളവ്, തീവ്രത എന്നിവ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു എന്നതിന്റെ സവിശേഷതയാണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുവാണ്. റേറ്റിംഗ് സ്കെയിലിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളോട് മെയിൻ എക്സാമിന് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 6 അല്ലെങ്കിൽ 5 മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളെ കുറിച്ചിട്ട് എഴുതാനായിരിക്കും പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രമാത്രം അറിയുന്ന ഒരു 6 അല്ലെങ്കിൽ 5 എഴുതി വെക്കുക എന്നുള്ളതാണ് മെയിൻ എക്സാമിന്. ഇനി കേറ്ററ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ചില സാധനങ്ങൾ ചോദിക്കുന്നതാണ് കേറ്ററ്റിന്. അതിന് നമ്മൾ ചെക്ക് ലിസ്റ്റ് പറഞ്ഞു. ഒരേ സമയം ഒന്നിലധികം ആളുകളുടെ വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇതിന്റെ ഒരു സവിശേഷതയാണ്. ഏതിന്റെ? ചെക്ക് ലിസ്റ്റിന്റെ. 2 അതിലധികമോ ആളുകൾ മുഖാമുഖമോ അല്ലാതെയോ നടത്തുന്ന സംഭാഷണമാണ് എന്ത്? അഭിമുഖം. ഇനി അടുത്തത് റേറ്റിംഗ് സ്കെയിലിലേക്ക് വരുമ്പോൾ വ്യവഹാരത്തിന്റെ പ്രത്യേകത, അളവ്, തീവ്രത എന്നിവ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ വ്യവഹാരത്തിന്റെ പ്രത്യേകത, അളവ്, തീവ്രത. മറ്റൊന്നിന്റെയും അളവും തീവ്രതയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത്ര അളവിൽ ഇത്ര തീവ്രമാണ്, അല്ലെങ്കിൽ ഇത്ര പ്രത്യേകതയുണ്ട്, ഈ അളവിലാണ്, തൂക്കവും അളവും ക്വാണ്ടിറ്റി അതുപോലെ ഇതൊന്നും നമുക്ക് മറ്റതിലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകത, അളവ്, തീവ്രത എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റേറ്റിംഗ് സ്കെയിലാണ്. ഓക്കെ, വ്യവഹാരത്തിന്റെ പ്രത്യേകത, അളവ്, തീവ്രത എന്നിവ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നു എന്നതും എന്തിന്റെ സവിശേഷതയാണ്? റേറ്റിംഗ് സ്കെയിലിന്റെ സവിശേഷതയാണ്. നെക്സ്റ്റ് ആണ് ചോദ്യാവലി എന്ന് പറയുന്നത്. ദത്തശേഖരണത്തിന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന
മനഃശാസ്ത്ര ഗവേഷണ രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും, ചോദ്യാവലിയാണ്. പ്രയാസക്കുറവ്, വേഗത, സമയലാഭം, ഇതൊക്കെ ഇതിന്റെയൊക്കെ സവിശേഷതകൾ, ഗുണങ്ങളാണ്. അപ്പോൾ ചോദ്യാവലിയിൽ നിന്ന് ചോദിക്കാവുന്ന അല്ലെങ്കിൽ വൺ വേർഡ് ചോദിക്കാവുന്നത് ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ഗവേഷണ ഉപാധി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര ഗവേഷണ രീതി എന്ന് പറയുന്നത് ചോദ്യാവലിയാണ്. ഓക്കെ, നെക്സ്റ്റ് കേസ് സ്റ്റഡിയാണ്. എന്താണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്? കേസ് സ്റ്റഡി എന്ന് പറയുന്നത് പ്രശ്നത്തെ അപഗ്രഥിക്കുന്നു, അല്ലെ? പ്രശ്ന അപഗ്രഥനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേസ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രശ്ന അപഗ്രഥനമാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു സ്ഥാപനം എന്നിങ്ങനെ ഒന്ന് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേസ് സ്റ്റഡിയാണ്. ഇപ്പൊ ഒരു ക്ലാസ്സിൽ അനില എന്ന കുട്ടി ആരോടും സംസാരിക്കാതെ മാറിയിരിക്കുന്നു, ടീച്ചേഴ്സിനോടൊന്നും സംസാരിക്കുന്നില്ല, കുട്ടികളോടൊന്നും സംസാരിക്കുന്നില്ല, ഒതുങ്ങി മാറി നിൽക്കുന്നു. അപ്പൊ ആ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അധ്യാപിക ആ കുട്ടിയെ കുറിച്ച് പഠിക്കുന്നത് കേസ് സ്റ്റഡിയാണ്. അപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കുടുംബമോ അല്ലെങ്കിൽ ഒരു വിദ്യാലയം, ഒരു സ്ഥാപനം എന്നിവയൊക്കെ കുറിച്ചിട്ട് ഒരു പ്രത്യേക സംഭവത്തെയോ ആഴത്തിൽ പഠിച്ച് അതിനെക്കുറിച്ച് സമഗ്രമായ വിവരങ്ങൾ ശേഖരിക്കുന്ന പഠന രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ വളരെ പിന്നോക്കം നിൽക്കുന്നു. അതിന്റെ കാരണം കണ്ടെത്താൻ അധ്യാപകൻ ആ വിദ്യാർത്ഥിയുടെ കുടുംബ പശ്ചാത്തലം, ആരോഗ്യസ്ഥിതി, പഠനശീലം, സുഹൃത്തുക്കളുമായുള്ള ബന്ധം, അധ്യാപകരുടെ അഭിപ്രായം എന്നിവയൊക്കെ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒന്ന് എന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അത് കേസ് സ്റ്റഡിയാണ്. നിങ്ങൾക്ക് കേസ് സ്റ്റഡിയും ക്രിയാഗവേഷണവും മാറിപ്പോകരുത്. ക്രിയാഗവേഷണം അധ്യാപകന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്രിയാഗവേഷണം നമ്മൾ ആക്ഷൻ റിസർച്ച് ചെയ്തിട്ടുള്ളതാണ്. എപ്പോഴാണ് ആക്ഷൻ റിസർച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്? ആക്ഷൻ റിസർച്ച് നമ്മൾ സ്കൂളിൽ പോയപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. അത് അധ്യാപകന്റെ പ്രശ്ന പരിഹരണത്തിനാണ്. ക്വസ്റ്റ്യൻ രണ്ട് രീതി ചോദിക്കും. അധ്യാപകന്റെ പ്രശ്ന പരിഹരണത്തിന് വിദ്യാലയത്തിലോ ക്ലാസ് റൂമിലോ അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ക്രിയാഗവേഷണം നിങ്ങൾ എഴുതണം, കേസ് സ്റ്റഡി കൊണ്ട് എഴുതി വെക്കരുത്. അതല്ലാതെ ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു വിഷയം എന്നൊക്കെ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ട് ഒരു വിഷയം തന്നിട്ട് അത് പരിഹരിക്കാൻ അധ്യാപിക എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേസ് സ്റ്റഡിയാണ്. ഓക്കെ, അധ്യാപകന്റെ തന്നെ പ്രശ്നം പരിഹരിക്കുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ക്രിയാഗവേഷണമാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോൾ ക്രിയാഗവേഷണം ആണ് ആക്ഷൻ റിസർച്ച്, അല്ലെ? ക്രിയാഗവേഷണത്തിന്റെ വക്താവ് ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിന്റെ വക്താവ് എന്ന് പറയുന്നത്. വക്താവാണ് അദ്ദേഹം. പിതാവ് എന്ന് പറയുന്നത് കർട്ട് ലെവിനാണ് കേട്ടോ. ക്രിയാഗവേഷണത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് അത് ഒരുപാട് വികസിപ്പിച്ചത്, പ്രയോഗിച്ചത് ഒക്കെ സ്റ്റീഫൻ എം കോറിയാണ്. പക്ഷേ ഇതിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കർട്ട് ലെവിനാണ്. അപ്പോൾ ആക്ഷൻ റിസർച്ച് എന്താണ്? അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിൽ നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സ്വയം നടത്തുന്ന ശാസ്ത്രീയ പഠനമാണ് ആക്ഷൻ റിസർച്ച്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിൽ നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്, അല്ലെ? ശാസ്ത്രീയമായ ഒരു പഠനമാണ് ആക്ഷൻ റിസർച്ച്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ, ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് ഗണിതത്തിൽ കുറഞ്ഞ മാർക്കാണ് ലഭിക്കുന്നത്. അതിന് പരിഹാരമായിട്ട് അധ്യാപിക എന്ത് ചെയ്യുന്നു? കളികളിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം പഠിപ്പിക്കുന്നു. വീണ്ടും പരീക്ഷയൊക്കെ നടത്തുന്നു. എന്നിട്ട് എന്താണ് ശരിക്കും പ്രശ്നം എന്ന് നോക്കുന്നു. ഒരൊറ്റ കുട്ടിക്കാണ് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ പ്രശ്നമാണെന്ന് വിചാരിക്കാം. പക്ഷെ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ആ വിഷയത്തിന് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലേ? അപ്പൊ അത് അധ്യാപകനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അധ്യാപകനെ ശരിയായ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അധ്യാപിക തിരഞ്ഞെടുക്കുന്ന രീതിയാണ് ആക്ഷൻ റിസർച്ച്. അപ്പൊ ആക്ഷൻ റിസർച്ച് സ്റ്റീഫൻ എം കോറിയാണ് വക്താവ്. ആക്ഷൻ റിസർച്ചും ക്രിയാഗവേഷണവും തമ്മിൽ ക്രിയാഗവേഷണവും ആക്ഷൻ റിസർച്ചും ഒന്നാണ്. ക്രിയാഗവേഷണവും കേസ് സ്റ്റഡിയും തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നോക്കിയത്, അല്ലെ? ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, കാഴ്ചപ്പാടും പ്രയോഗവും എന്നതാണ് പേര് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ. അപ്പൊ ഇതൊരു കുട്ടിയുടെ കമന്റ് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും ഞാൻ ആ കുട്ടിയുടെ പേര് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ചെയ്യാൻ തന്നെയാണ് ഇരുന്നേർന്നത്. അപ്പൊ ഞാൻ പിന്നെ വേഗം ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഈ ക്ലാസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോസ്, അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. എന്നാലാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുകയുള്ളൂ. ഷെയർ ഒക്കെ ചെയ്തു കൊടുക്കുക. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്